സഹോദരങ്ങളെ, നമ്മുടെ രക്ഷകനും നാഥനുമായ ഈശോനാഥനെക്കുറിച്ച് ലോകത്തെ പരിചയപ്പെടുത്തുവാൻ വന്ന സ്നാപക യോഹന്നാൻ്റെ പ്രഭാഷണത്തെക്കുറിച്ച് നമുക്കിന്ന് വായിച്ചു കേൾക്കാം. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് വായിച്ചു കേൾക്കാം. അക്കാലത്ത് സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവനെപ്പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ വഴി ഇങ്ങനെ അരുളി ചെയ്യപ്പെട്ടത്: മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൾവാറും ധരിച്ചിരുന്നു. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. ജെറുസലേമിലും യൂദയ മുഴുവനിലും ജോർദാൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുമുള്ള ജനം അവൻ്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യോർദാൻ്റെ നദിയിൽ വെച്ച് അവനിൽ നിന്നും സ്നാനം സ്വീകരിച്ചു. അനേകം ഫരിസേയരും സദുക്കായരും സ്നാനമേൽക്കുവാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു: അനലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്നും ഓടിയകലുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായ അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്നും അബ്രഹാത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ചു കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ. അവൻ്റെ ചെരുപ്പ് വഹിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും. പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. ഈ ഭാഗം നാം മനനം ചെയ്യുമ്പോൾ സ്നാപക യോഹന്നാൻ്റെ വാക്കുകൾ നാം ഓരോരുത്തരിലും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം.